ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നാം ചിന്തിച്ചു വരികയായിരുന്നു. ശൂന്യമായ പടകുകൾ, ശൂന്യമായ വലകൾ, ശൂന്യമായ മനസ്സ്, ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന ചില മുക്കുവ തൊഴിലാളികൾ. എന്നാൽ അവരുടെ ഇടയിലേക്ക് ശൂന്യത മാറ്റി നിറവ് തരുന്ന ക്രിസ്തു കടന്നു. എന്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വേണം. നമ്മുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ക്രിസ്തു വരണം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഓഫീസിൽ ഉന്നതരായ ആളുകൾ, ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ കളക്ടർമാരോ ഓഫീസേഴ്സോ അധികാരികളോ വന്നിട്ടുണ്ടാകാം. എന്നാൽ ഞാൻ പറയുന്നത്, അഖിലാണ്ടത്തിന്റെ ഉടയവനും സൃഷ്ടാവുമായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കാലെടുത്ത് വെച്ച് വരുന്ന ഒരു അനുഭവമുണ്ട്. നമുക്ക് രാഷ്ട്രീയ സ്വാധീനം വേണമെന്നില്ല, നമുക്ക് ഈ ഭൂമിയിൽ വലിയ ഉന്നതമായ നിലവാരങ്ങൾ വേണമെന്നൊന്നുമില്ല. ഈ ഭൂമിയുടെ കോണിലിരുന്ന് ഏതൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചാലും, കർത്താവേ, വാസ്തവമായി അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണം, ഞാൻ അങ്ങേക്ക് വേണ്ടി എൻ്റെ ജീവിതം വിട്ടുതരുന്നു, എൻ്റെ ഹൃദയം വിട്ടുതരുന്നു, എൻ്റെ ജീവിതപ്പടവ് വിട്ടുതരുന്നു. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുത്താൽ അടുത്ത നിമിഷം യേശു നിങ്ങളുടെ ജീവിതപ്പടകിൽ വരും. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, തക്കം കിട്ടിയാൽ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച് അതിന് തക്കം പാർത്തിരിക്കുന്ന മകളെ, നിന്റെ ജീവിതത്തിലേക്ക് യേശു വന്നാൽ നിന്റെ ശൂന്യത മാറും, ലോൺലിനെസ് മാറും.